വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന വാദങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആഗോളവാദങ്ങൾ അഥവാ സ്ഥിരവാദങ്ങൾ. ആഗോളവാദങ്ങൾ അഥവാ സ്ഥിരവാദങ്ങളാണ് വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന വാദങ്ങൾ. ചാളക്കടൽ എന്ന് പ്രസിദ്ധമായ സമുദ്രഭാഗം ഏത്? ഉത്തരം ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രമാണ് ചാളക്കടൽ എന്ന് പ്രസിദ്ധമായ സമുദ്രഭാഗം. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ മാനസ് ഒഴുകുന്ന അയൽ രാജ്യമേത്? ഉത്തരം ഭൂട്ടാൻ. ഭൂട്ടാനാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ മാനസ് ഒഴുകുന്ന അയൽ രാജ്യം. ഇന്ത്യയുടെ നെൽപ്പുര അഥവാ റൈസ് ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം കൃഷ്ണ ഗോദാവരി ഡെൽറ്റ. കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് ഇന്ത്യയുടെ നെൽപ്പുര അഥവാ റൈസ് ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലം ഏത്? ഉത്തരം ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലം. ഥാർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഥാർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം. ദേശീയ മാനദണ്ഡപ്രകാരം കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം 4-ഉം മൈനർ നദികളുടെ എണ്ണം 40-ഉമാണ്. ദേശീയ മാനദണ്ഡപ്രകാരം കേരളത്തിലെ മീഡിയം നദികളുടെ എണ്ണം 4-ഉം മൈനർ നദികളുടെ എണ്ണം 40-ഉമാണ്. അരുവിക്കര ഡാം ഏതു നദിയിൽ? ഉത്തരം കരമനയാർ. കരമനയാറിലാണ് അരുവിക്കര ഡാം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം തേക്കടി വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. മലങ്കര അണക്കെട്ട് ഏതു നദിയിൽ? ഉത്തരം തൊടുപുഴയാർ. തൊടുപുഴയാറിലാണ് മലങ്കര അണക്കെട്ട്. ഓഹരി വിപണിയിലെ ഗവൺമെൻറ് ഓഹരികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഗിൽഡ്. ഗിൽഡ് എന്ന പേരിലാണ് ഓഹരി വിപണിയിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്നത്. കൊഴുപ്പു നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. കേരളമാണ് കൊഴുപ്പു നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ചരക്കു സേവന നികുതി നടപ്പാക്കിയ ആദ്യ രാജ്യമേത്? ഉത്തരം ഫ്രാൻസ്. ഫ്രാൻസാണ് ചരക്കു സേവന നികുതി നടപ്പാക്കിയ ആദ്യ രാജ്യം. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനമേത്? ഉത്തരം വാഷിങ്ടൺ DC. വാഷിങ്ടൺ DC ആണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം.